കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് കേരയാണ്, കേരച്ചൂര എന്ന് പറയുന്ന മീനാണിത്. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് മുറിച്ചെടുക്കണം. കണ്ടോ, വലുതാവണ്ട ചെറുതാവണ്ട കേട്ടോ, ഈ ഒരളവിൽ നമ്മൾ മുറിച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് നമ്മൾ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ടീസ്പൂണാണ് കേട്ടോ ഇട്ടത്. പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്താലേ കൈ എരി കേട്ടോ. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് എത്ര സമയം വേണ്ടതെന്ന് വെച്ചാൽ അത്ര സമയം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ തന്നെ ചെയ്തോളാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവന്ന് പോകും. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ചെറിയ തീര് വറുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മീനിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആ അരപ്പ് മുഴുവനും പോവും, മസാല മുഴുവനും എണ്ണയിലേക്ക് പോവും. നമ്മുടെ മീനൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്, അധികം കരിഞ്ഞു പോരുത്. അടുത്ത ട്രിപ്പും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഈ വറുത്ത എണ്ണയില്ലേ അത് തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തെളിച്ചൊഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി 100 ഗ്രാം, ഇഞ്ചി 100 ഗ്രാം ഒക്കെ ചതച്ചതാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് ചേർത്താൽ നമുക്ക് ഗ്രേവിക്കൊരു കൊഴുപ്പുണ്ടാവും. അതുപോലെ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കില്ല, വെളുത്തുള്ളി ഒന്ന് ഇങ്ങനെ ഇഞ്ചി ഒന്നും കടിക്കില്ലല്ലോ. അത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടാം. ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്നും മറന്നു പോകരുതേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നപ്പം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പൊടികളിടുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണ്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേ കായപ്പൊടി ഇടണ്ട കേട്ടോ. കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ആവശ്യത്തിന് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിന് 1/2 ഗ്ലാസ് നമ്മൾ എടുത്തിടാം കേട്ടോ വിനാഗിരി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മീനകത്ത് 1 ടീസ്പൂൺ ഇട്ടു, ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട്. ഇനി ഇത് മീനും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും കേട്ടോ. നമുക്ക് ശരിക്കും ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടണം. ആദ്യം അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. വെള്ളം അങ്ങോട്ട് പിടിച്ചെടുക്കും മീൻ. ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ചാറ് തന്നെ നമ്മൾ വറ്റി പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് വറ്റി ഇതാവും. അപ്പോൾ നമ്മൾ ലേശം വെള്ളം, മീൻ്റെ അച്ചാറെന്ന് പറഞ്ഞാൽ അധികം നാളൊന്നും ആരും വെച്ചേക്കില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. കാരണം ചീത്താവുന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേര അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമ്മൾ ചില്ല് ബോട്ടിലാക്കി നമ്മൾ 2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിക്കാം. ആദ്യം ഒരെണ്ണം വീതം നമ്മൾ പൊട്ടിച്ച് ഉപയോഗിക്കുക. വെള്ളമുള്ള സ്പൂൺ കൊണ്ടിട്ട് ഇളക്കിയെടുക്കരുത്. അപ്പം അങ്ങനെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കുക. അപ്പം മീനച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.